ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഗോതമ്പ് പൊറോട്ടയും അതിനേക്കാൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മുട്ടക്കറിയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. പൊറോട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ടേസ്റ്റിനായി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇതോടൊപ്പം അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം. ആദ്യം വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക, പിന്നീട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് കുറഞ്ഞ ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കാൻ അല്പം ഓയിൽ തടവി കൊടുക്കാം. ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇടിയപ്പം തയ്യാറാക്കുന്ന അച്ച് അഥവാ സേവനാഴി എടുക്കാം. ഇടിയപ്പത്തിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടിയ ഹോളുള്ള അച്ച് വേണം എടുക്കാൻ. ഉള്ളിൽ അല്പം ഓയിൽ തടവി കൊടുത്ത ശേഷം നമുക്ക് മാവ് വച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിന് മാവ് പിഴിയുന്നത് പോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്ത പാത്രത്തിലേക്ക് മാവ് ചുറ്റിച്ചു കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൊറോട്ടകളാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതല്ല വലിപ്പം കൂടിയ പൊറോട്ട വേണമെങ്കിൽ ഇതുപോലെ ഒരു പാത്രം എടുത്ത് കുറച്ച് പരത്തി വിസ്താരമായിട്ട് മാവ് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് എണ്ണയിൽ മുക്കി വയ്ക്കാം. ഈ മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒപ്പം നല്ല സോഫ്റ്റായ പൊറോട്ട കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് നല്ല വൃത്തിയായി കഴുകിയെടുത്ത 4 മുട്ടകൾ, ഇടത്തരം വലിപ്പമുള്ള 4 സവാള, 8 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ കൂടി എടുത്ത് അരിയാനുള്ളവയെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് മുട്ടകൾ ഓരോന്നായിട്ട് പൊട്ടാതെ പതിയെ വെച്ചു കൊടുക്കാം. ഇനി മുട്ടയുടെ 1/4 ഭാഗം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന്റെ അളവ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊറോട്ടകൾ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ തടവി ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പരത്തിയതിന് ശേഷം ചപ്പാത്തി കോൽ ഉപയോഗിച്ചുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞു പോകാതെ നമ്മുടെ പൊറോട്ടയുടെയൊക്കെ ആ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തിയത് ഓരോന്നും ഒരു പാനിൽ തിരിച്ചും മറിച്ചുമിട്ട് അല്പം ഓയിൽ തടവി കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെന്തെടുക്കാം. പൊറോട്ടകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ലെയറോട് കൂടിയ പൊറോട്ടകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് എയർ പോയതിനു ശേഷം കുക്കർ തുറന്നു നോക്കാം. എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മുട്ടകളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നമുക്ക് മുട്ടകൾ മാത്രമായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ തോട് പൊളിച്ചെടുക്കാം. കണ്ടോ, വഴറ്റിയെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ സവാളയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1-2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഗോൾഡൻ നിറമാകാൻ തുടങ്ങുമ്പോൾ 1-2 വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയമെല്ലാം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇതെല്ലാം എണ്ണയുമായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചപ്പ് മാറുന്നതുവരെ എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വെന്ത് വെച്ചിരുന്ന സവാളയും മറ്റും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർത്തിളക്കിയ ശേഷം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടകൾ മുഴുവനായോ അല്ലെങ്കിൽ മുറിച്ചോ വെച്ചു കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയോടൊപ്പം സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, വീശിയൊന്നും അടിക്കേണ്ടാത്ത സേവനാഴി ഉപയോഗിച്ച് തയ്യാറാക്കിയ നല്ല സോഫ്റ്റായ ലെയറായിട്ടുള്ള ഈ ഗോതമ്പ് പൊറോട്ടയും ഒപ്പം ഫാസ്റ്റായിട്ട് തയ്യാറാക്കിയെടുത്ത മുട്ടക്കറിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ യൂസ്ഫുള്ളായ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്